വഞ്ചിയൂർ കോടതിയിൽ അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ച സീനിയർ അഭിഭാഷകനായ ബെയിലിൻ ദാസിനെ ബാർ അസോസിയേഷൻ സസ്പെൻഡ് ചെയ്തു. 2 ജൂനിയർ അഭിഭാഷകർ തമ്മിലുള്ള തർക്കവുമായി ബന്ധപ്പെട്ടാണ് ബെയിലിൻ ദാസ് തന്റെ ജൂനിയറായ ശ്യാമിലി എന്ന അഭിഭാഷകയെ മർദ്ദിച്ചതെന്നാണ് പരാതി. മുമ്പ് മർദ്ദിച്ചത് ഇതുപോലെ ഒരു ഇഷ്യൂ ആണ്. സാർ എന്തെങ്കിലും പെട്ടെന്ന് തീരുമാനിക്കും, അതിലെന്തെങ്കിലും ഒരു നമ്മുടെ ഭാഗം പറയാൻ നിൽക്കുമ്പോൾ ഇറങ്ങിപ്പോവും. അപ്പോൾ ഞാൻ പറയും, ഇല്ല സാർ എന്റെ ഭാഗം കേട്ടിട്ട് പോയാൽ മതി, സാർ ഇപ്പൊ പോകണ്ടെന്ന് പറയും. അപ്പൊ പോകണ്ടെന്ന് പറയുമ്പോ ആ ദേഷ്യത്തില്, അതായത് ഞാൻ പോകണ്ടെന്ന് പറഞ്ഞ സാധനം തടയുവാണല്ലോ, പോകണ്ട സാർ ഇപ്പൊ പോകണ്ട, എനിക്ക് പറയാനുള്ള കേട്ടിട്ട് പോയാൽ മതി. അപ്പോൾ അതിന്റെ ബേസിസിൽ ആ ദേഷ്യത്ത് അടിക്കുന്നുണ്ട്. ഇല്ല പരാതി ഒന്നും കൊടുത്തില്ല. സ്ഥിരം ഇങ്ങനെ കയ്യേറുന്ന വേറെ ആരെങ്കിലും അടിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. അന്ന് മറ്റു പെൺകുട്ടികളോടും ഇങ്ങനെ തന്നെയാണോ അയാൾ പെരുമാറുന്നത്? വഴക്ക് പറയുന്നെന്ന് പറഞ്ഞാൽ ഫയൽസ് ഒക്കെ മുഖത്ത് വലിച്ചെറിയ, ഒത്തിരി ജൂനിയേഴ്സ് ഓഫീസിൽ അവിടെ ഓഫീസിൽ ആരും നിക്കത്തില്ല. ഇല്ല, പോലീസ് കസ്റ്റഡിയിലെടുക്കാൻ അസോസിയേഷൻ ഓഫീസിൽ കയറിയിട്ട് അദ്ദേഹത്തെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന അസോസിയേഷന്റെ തീരുമാനം. അപ്പോൾ അതുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. ഞാൻ മെഡിക്കൽ എടുക്കാനായിട്ട് വന്നതുകൊണ്ട്. അസോസിയേഷനിൽ അങ്ങനെ ഒരു നിയമപരമായിട്ട് അങ്ങനെ ഒരു പരാതി കൊടുത്തിട്ടില്ല. അല്ലാതെ ഇപ്പൊ ഈ ഓഫീസിൽ ആരും നിക്കത്തില്ല എന്നുള്ള, കാരണം സാറിന്റെ ഈ ദേഷ്യം വരുമ്പോൾ പറയുന്ന വാക്കുകൾ, ഇനി ഇതിനു മുമ്പ് വേറെ ആരെയും അടിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. ഇതിനകത്ത് വേറെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഈ സംഭവത്തെ കുറിച്ച് തുടക്കം പറയാമോ? എന്താണ് സംഭവിച്ചത്, എന്നാണ്, എങ്ങനെയാണ്? ഇന്ന് 12:30 ആണ് സംഭവം. ഞാൻ ഇന്ന് രാവിലെ ഫാസ്റ്റ് ട്രാക്ക് കോടതിയിൽ ഫാസ്റ്റ് ട്രാക്ക് 2-ലായിരുന്നു, വെക്കേഷൻ കോർട്ട്. അവിടെ ഹിയറിംഗ് ഒക്കെ പറഞ്ഞ് ഒരു ബെയിൽ ആപ്ലിക്കേഷൻ ഹിയറിംഗ് ഉണ്ടായിരുന്നു. അത് പറഞ്ഞ് ഓഫീസിൽ വന്നതിന് ശേഷം ഞാൻ സാറിനോട് പറഞ്ഞു, സാറൊന്ന് കോടതിയിലുണ്ടായിരുന്നു, സാറിനോട് പറഞ്ഞു എനിക്ക് സംസാരിക്കണം. അപ്പോൾ സാറ് പറഞ്ഞു, എനിക്ക് നീ പറയുന്ന ഒന്നും കേൾക്കണ്ട, എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോവാന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറ് ഒന്നുകിൽ ആ ജൂനിയറിനെ വോൺ ചെയ്യണം, ഇല്ലെങ്കിൽ എനിക്ക് വോൺ ചെയ്യേണ്ടി വരും. അപ്പോൾ സാറ് പറ്റത്തില്ല, സാർ ഇറങ്ങിപ്പോവാൻ നിന്നു. അപ്പോൾ ഞാൻ ആ ജൂനിയറിനോട് പറഞ്ഞു, വർക്ക് ചെയ്യാനല്ലേ വരുന്നത്, വർക്ക് ചെയ്യുക, എൻ്റെ കാര്യത്തിൽ ഇടപെടരുത്, ഞാൻ ഒന്നിനും വരുന്നില്ലല്ലോ, എൻ്റെ കാര്യത്തിൽ ഇടപെടരുതെന്ന് പറഞ്ഞു. നീ ഇത് ആരോടാ സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് സാർ എന്നിട്ട് പുറത്ത് പോകാൻ നിൽക്കുക. വീണ്ടും പോവാ, ഞാൻ പറയുക ഞാനിത് കംപ്ലൈൻറ്റ് ചെയ്യും. ഞാൻ അപ്പോൾ തന്നെ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചു, വരികയാണെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സാറിന് ഇവിടെ നിന്ന് പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞു, പറ്റത്തില്ല, ഓഫീസിൽ നിന്ന് പോകാൻ പറ്റത്തില്ല, സാർ ഓഫീസിൽ തന്നെ ഇരുന്നാൽ മതി. ഇതാണ് സംഭവം. മർദ്ദനമേറ്റ ജൂനിയർ അഭിഭാഷകയ്ക്കൊപ്പമാണെന്ന് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് പള്ളിച്ചാൽ പ്രമോദ് അറിയിച്ചു. പ്രാഥമിക അന്വേഷണത്തിൽ നടപടി ആവശ്യമാണെന്ന് തോന്നിയതുകൊണ്ടാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നതെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി. അഡ്വക്കേറ്റ് ബെയിലിൻ ദാസിനെ ബാർ അസോസിയേഷന്റെ അടിയന്തര യോഗം ചേർന്ന് അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ബാർ അസോസിയേഷൻ നിലയിൽ ആവശ്യമായ അന്വേഷണം നടത്തും. ഇതിൽ ഇരയായിട്ടുള്ള 2 ജൂനിയർ അഭിഭാഷകരോടൊപ്പമാണ് തിരുവനന്തപുരത്തെ മുഴുവൻ അഭിഭാഷകരും എന്നുള്ള വിവരം അറിയിക്കുക. കേസെടുക്കാനുള്ള നടപടി എന്തെങ്കിലും അതിവിടെ പുരോഗമിക്കുന്നുണ്ട്. പോലീസ് മൊഴിയും കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തുന്നുണ്ട്. ഈ സംഭവം നടന്നപ്പോൾ പോലീസ് അവിടെ വന്നപ്പോഴത്തേക്കും പോലീസിനകത്തേക്ക് കയറാനായിട്ട് അഭിഭാഷകർ സമ്മതിച്ചില്ല എന്നുള്ളൊരു ആരോപണം കൂടി ഉയർന്നു വന്നിട്ടുണ്ട്. അതിന് അടിസ്ഥാനമുള്ളതാണോ? അത് ആരോപണമാണ്. അതിന് അടിസ്ഥാനമുള്ളതല്ല. നേരത്തെയും ഈ പെൺകുട്ടി സമാനമായ രീതി സംഭവം അറിഞ്ഞ ഉടനെ തന്നെ ബാർ അസോസിയേഷന്റെ ഭാരവാഹികൾ എല്ലാവരും തന്നെ ആ നേരം മുതൽ ആശുപത്രിയിലുണ്ട്. അവരുടെ ആ കുട്ടിയുടെ ബന്ധുക്കൾ വന്നിട്ടുണ്ട്. അവരോടൊപ്പം ഈ കുട്ടിക്ക് ആവശ്യമായ ചികിത്സയാണ് ആദ്യം വേണ്ടത്. ആ കാര്യങ്ങളിൽ ഞങ്ങൾ കാര്യമായ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ CT സ്കാൻ റിപ്പോർട്ടെല്ലാം വന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തുടർന്നുള്ള നിയമ നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഇതിപ്പോ നേരത്തെയും ഈ പെൺകുട്ടിക്ക് സമാനമായ രീതിയിലുള്ള അനുഭവം നേരിട്ട് വന്നിരുന്നു പറഞ്ഞിരുന്നു. പ്രഗ്നന്റ് സമയത്ത് പോലും ഈ അഭിഭാഷകൻ മർദ്ദിച്ചിട്ടുണ്ട്. എന്നിട്ട് വിളിച്ച് പിന്നീട് ക്ഷമ പറയുക, ഇതൊരു നിരന്തരം ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ആളാണ്. ഇത് ബാർ അസോസിയേഷൻ നേരത്തെ അറിയില്ലായിരുന്നു. ബാർ അസോസിയേഷന് മുമ്പ് ഈ വിഷയം ഇപ്പോൾ ആദ്യമായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പോൾ പറഞ്ഞ് കേൾക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. അതിനെ സംബന്ധിച്ച് അന്വേഷണം ഉണ്ടാവും. നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്ത് നടപടിയായിരിക്കും സ്വീകരിക്കുക ഈ സസ്പെൻഷൻ അപ്പുറത്തേക്ക്? അന്വേഷണത്തിന്റെ ഭാഗമായി ബാർ അസോസിയേഷൻ എടുക്കാൻ കഴിയുന്ന പരമാവധി നടപടി ഉണ്ടാവും. ഈ പെൺകുട്ടിക്ക് എല്ലാവിധ നിയമസഹായവും ലഭ്യമാക്കുമോ? അങ്ങനെയുള്ള കാര്യങ്ങൾ
അത് പുരോഗമിക്കുകയാണല്ലോ, അതിലൊക്കെ ഒരു സംശയം വേണ്ടല്ലോ. ഇത്ര വേഗത്തിൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മൊഴി രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യം എത്തിയത് തന്നെ അതിന്റെ സ്പീഡ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവും. സർ, ആ ചിത്രം കാണുമ്പോൾ തന്നെ വളരെ വിഷമമുണ്ടാക്കുന്നു. കാരണം മുഖമൊക്കെ വല്ലാതെ ഇരിക്കുന്ന അവസ്ഥയിൽ അങ്ങനെ ഒരു അഭിഭാഷകൻ പെരുമാറുന്നത് ശരിയാണ്. അതിലൊന്നും ഒരു തർക്കവുമില്ല. അത്തരം കാര്യങ്ങൾ തന്നെയാണ് ഈ വിഷയത്തിന്റെ ഗൗരവവും. അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ ഞങ്ങൾ വനിതാ ജൂനിയർ അഭിഭാഷകയോടൊപ്പമാണ് ഈ വിഷയത്തിൽ എന്നുള്ളത് നമ്മുടെ ബാർ അസോസിയേഷന്റെ തീരുമാനം ഞങ്ങൾ അറിയിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നിയമം കൊണ്ട് എല്ലാ പ്രവർത്തനം നടത്തുന്ന ആളുകളാണ്. പക്ഷേ നിയമ സംവിധാനം ഉള്ള നാട്ടിൽ, ഒരു തൊഴിൽ സംവിധാനം ഉള്ള വകുപ്പിൽ, വനിതാ കമ്മീഷനൊക്കെ ഉള്ള നാട്ടിലാണ് ഒരു വനിതയ്ക്ക് ഈ രീതിയിൽ ഒരു അതിക്രമം നേരിടേണ്ടി വന്നത്. അപ്പൊ അതിനെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യാനാണ് ഒരു പ്രാഥമികമായിട്ട് നിങ്ങൾ ആലോചിച്ചിരിക്കുന്നത്? ഞങ്ങൾക്കുള്ള അധികാര പരിധിക്കകത്ത് നിന്നുകൊണ്ട് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പൂർണ്ണമായും അന്വേഷിക്കുകയും അതിനാവശ്യമായ കാര്യങ്ങൾ ഉണ്ടാവും. ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന അധികാര പരിധിക്കകത്ത് നിന്നുകൊണ്ട് വനിതാ കമ്മീഷൻ അടക്കമുള്ള വിഷയങ്ങളെല്ലാം സ്വതന്ത്രമായിട്ടുള്ളതാണ്. അതെല്ലാം ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്. അതെല്ലാം അവരുടെ കാര്യങ്ങൾ. അതിനെ കുറിച്ച് അഭിപ്രായം ഞങ്ങൾക്ക് ഇപ്പോൾ പറയാൻ ശരിയാവില്ല. ഓക്കെ, താങ്ക് യു. ഞങ്ങളിപ്പോ ഇരയോടൊപ്പമാണ്. ആ കുട്ടിയുടെ ആവശ്യമായ നടപടിയുമായി മുമ്പോട്ട് പോവുക. ശരി. പൊതുവിൽ അങ്ങനെയാണല്ലോ. പ്രാഥമിക അന്വേഷണത്തിൽ ഇത്തരത്തിലുള്ള നടപടികളാണ് ഞാൻ സസ്പെൻഡ് അങ്ങനെ പറയണം. അഭിഭാഷകയെ ഉപദ്രവിച്ച വിവരമറിഞ്ഞ് അവിടെ പോയി അവരെ കണ്ടുവെന്ന് ബാർ അസോസിയേഷൻ സെക്രട്ടറി പറഞ്ഞു. സംഘടന ഒപ്പമുണ്ടെന്ന് അവരോട് പറഞ്ഞു. പോലീസ് നടപടികൾക്കും അന്വേഷണത്തിനും ചികിത്സയ്ക്കും വേണ്ട സഹായം നൽകുമെന്ന് അറിയിച്ചുവെന്നും സെക്രട്ടറി വ്യക്തമാക്കി. നടന്ന സംഭവങ്ങളെക്കുറിച്ച് ബെയിലിൻ ദാസ് ബാർ കൗൺസിലിൽ റിപ്പോർട്ട് ചെയ്യണം. കോടതി വളപ്പിനുള്ളിൽ വെച്ചാണ് ജൂനിയർ അഭിഭാഷകയായ ഷാമിലിയെ സീനിയർ അഭിഭാഷകനായ ബെയിലിൻ ദാസ് ക്രൂരമായി ആക്രമിച്ചത്. മുഖത്ത് സാരമായി പരിക്കേറ്റ ഷാമിലിയെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഷാമിലിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ബെയിലിൻ ദാസിനെ ഇതുവരെ കസ്റ്റഡിയിലെടുത്തിട്ടില്ല. പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കുന്നതിൽ നിന്ന് പോലീസിനെ തടഞ്ഞെന്ന ആക്ഷേപം അടിസ്ഥാനരഹിതമാണെന്ന് ബാർ അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. മറ്റൊരു ജൂനിയറുമായുള്ള പ്രശ്നങ്ങൾ സംബന്ധിച്ച് സംസാരിക്കാൻ ശ്രമിച്ചപ്പോഴാണ് സീനിയർ അഭിഭാഷകൻ മർദ്ദിച്ചതെന്ന് ഷാമിലി പറഞ്ഞു. കോടതിയിലെത്തിയപ്പോൾ അടുത്തു ചെന്ന് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് സീനിയറോട് പറഞ്ഞു. നീ പറയുന്നതൊന്നും എനിക്ക് കേൾക്കണ്ടെന്നാണ് മറുപടി പറഞ്ഞത്. പിന്നാലെ ഇറങ്ങിപ്പോകാൻ തുടങ്ങി. സാർ തന്നെ ആ ജൂനിയറിനെ മുന്നറിയിപ്പ് നൽകണം, അല്ലെങ്കിൽ എനിക്ക് ചെയ്യേണ്ടി വരുമെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു. തുടർന്ന് എന്റെ കാര്യത്തിൽ ഇടപെടരുതെന്നും ജോലി ചെയ്യാൻ വന്നാൽ അത് ചെയ്താൽ മതിയെന്നും അടുത്തുനിന്ന ജൂനിയറിനോട് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ ഇത് ആരോടാണ് സംസാരിക്കുന്നതെന്ന് ചോദിച്ച് അവരുടെ മുന്നിൽ വെച്ച് സാർ മുഖത്ത് അടിക്കുകയായിരുന്നു. അടിയേറ്റ് താഴെ വീണിട്ട് വീണ്ടും അടിച്ചുവെന്നും ഷാമിലി പറഞ്ഞു.